പെട്ടെന്ന് തന്നെ നിങ്ങൾ ലിങ്ക് ത്രൂ പോയിട്ട് ഗവൺമെൻറ് UK സൈറ്റിൽ ലിങ്ക് ഉണ്ട്, അതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ആ ലിങ്ക് ത്രൂ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു പബ്ലിക് കൺസൾട്ടേഷൻ്റെ ഭാഗമാകുക. നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക, ആ ലിങ്ക് അയച്ചു കൊടുക്കുക, അവരുടെ അടുത്തൊക്കെ ഈ ഒരു കൺസൾട്ടേഷൻ്റെ ഭാഗമാകാൻ വേണ്ടി അഭ്യർത്ഥിക്കും. അതല്ല എങ്കിൽ അവർ ഈ നിയമം പാസ്സാക്കുകയാണെങ്കിൽ തന്നെ നമ്മളുടെ ആദികളും പ്രശ്നങ്ങളൊക്കെ ഗൗരവപരമായിട്ട് പറയുകയാണെങ്കിൽ, അവിടെ കഴിഞ്ഞ ഡിബേറ്റിൽ ഗൗരവപരമായിട്ട് തന്നെയാണ് പല MP സംസാരിച്ചത്. അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് അവർ സംസാരിച്ച രീതി എന്ന് വെച്ചെങ്കിൽ, നമ്മൾ UK 5 വർഷം കഴിഞ്ഞാൽ ILR എന്ന് വാഗ്ദാനം കൊടുത്ത് UK വന്ന ശേഷം ഈ വാഗ്ദാനം മാറ്റുന്നതും ഒരു ഫുട്ബോൾ കളിക്കിടെ പെട്ടെന്ന് ഗോൾ പോസ്റ്റ് മാറുന്നതിന് തുല്യമാണ് എന്ന രീതിയിൽ ഒരു ചർച്ച നടന്നിരുന്നു. അപ്പോൾ അതൊരു വ്യക്തമായ രീതിയിൽ തന്നെ ഗവൺമെൻറ്റിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതിനെ പ്രത്യാശിക്കാം. അതേപോലെ തന്നെ ഈ ലേബർ പാർട്ടിയിലെ കുറച്ചധികം MP പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യുമെന്ന് ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇത് തെറ്റാണ്, ഒരിക്കലും ബ്രിട്ടീഷ് നയം ഇതല്ല, ഇത് ചതിയാണ് ഈ പകുതിക്ക് വെച്ച് ഈ ഒരു കാറ്റഗറി ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിന് എതിരായിട്ട് വോട്ട് ചെയ്യും എന്ന് ഗവൺമെൻറ്റിൻ്റെ MP തന്നെ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടതായാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്.